എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ലഡു വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതൊരു ബൂന്തി ലഡുവിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ സാധാരണ ആ ബേക്കറിയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ ഈ ഒരു ലഡുവിന് ബേക്കറിയിൽ അതേ ടേസ്റ്റാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. കടലമാവ് അല്ലെന്നുണ്ടെങ്കിൽ കടലപ്പൊടി എന്ന് പറയും. 240 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളർ 2 പിഞ്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മഞ്ഞ കളറിലുള്ള ലഡു കിട്ടും. ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഈ ഒരു ലഡുവിൽ കടല മാവിനൊപ്പം ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ബേക്കിംഗ് സോഡ ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ലഡു തയ്യാറാക്കിയെടുക്കാം. ഇതിന് മുൻപ് ഞാനൊരു ലഡുവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ബേക്കിംഗ് സോഡ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് മാവാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു 100 ml വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 100 ml എന്ന് പറയുമ്പം ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. 100 ml പോരാ ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് ടൈറ്റും ആകരുത് ഈ ഒരു മാവ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ 145 ml വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 100 ml ആദ്യം ഒഴിച്ചു കൊടുത്തത് കൂടാതെ വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ്. ഈ ഒരു മാവ് ഒരുപാട് തിക്കും ആകരുത്, ഒരുപാട് ലൂസും ആകരുത്. ആ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മാവ് ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൂന്തി തയ്യാറാക്കിയെടുക്കുകയാണ്. ബൂന്തി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഉണ്ടകളാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിലെന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്താൽ ആ ഒരു ചുവ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നെയ്യും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഹോളുകളുള്ള തവികളുണ്ടാവും. അപ്പോൾ കണ്ണാപ്പ ആ ഒരു ടൈപ്പിലുള്ള പാത്രമോ തവിയോ വെച്ചിട്ട് നമുക്കിതിൻ്റെ ബൂന്തി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഓരോ തവി മാവ് വീതം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബൂന്തികളാക്കി എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബൂന്തി ഇതുപോലെ മുകളിലേക്ക് പൊങ്ങി വരില്ല. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബൂന്തിയെല്ലാം ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് അങ്ങോട്ടങ്ങ് ഫ്രൈ ചെയ്യരുത്. ഒരുപാട് ക്രിസ്പി ആകുന്ന വരെ ഈ ഒരു ബൂന്തി ഫ്രൈ ചെയ്യരുത്. അതിന് മുൻപായിട്ട് നമുക്കൊന്ന് കോരിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറുകയും വേണം. അതോടൊപ്പം തന്നെ ഒരുപാട് ക്രിസ്പി ആകാനും പാടില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാ ബൂന്തികളും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ബൂന്തിയും നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈ ഒരു ബൂന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് ഞാൻ വഴിയെ പറയാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര സിറപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 100 ml വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഈ ഒരു പഞ്ചസാര മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു പഞ്ചസാര ലായനി 1 നൂൽ പരുവാകുന്ന വരെ നിങ്ങൾ ഇത് ബോയിൽ ചെയ്യണം. അപ്പോൾ 1 നൂൽ പരുവെന്ന് പറയുന്ന ഒരുപാടങ്ങ് 1 സ്ട്രിങ് ആകണ്ട. 1 നൂലാകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ഇട്ടിട്ട് ഈ ഒരു തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് 1 നൂൽ പരുവാകുവാണെങ്കിൽ ഈ ഒരു ലഡു കുറച്ച് കട്ടിയായി പോവും. ഇനി നമ്മൾ പകുതി ബൂന്തി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് പിസ്തയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. 2 ടീസ്പൂൺ നെയ്യിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഇനി ഈ ഒരു സമയം നമ്മൾ ആ പഞ്ചസാരയുടെ സിറപ്പിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് കൊടുക്കാം. പകുതി ബൂന്തി പൊടിക്കാത്തതും പകുതി ബൂന്തി പൊടിച്ചതുമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ ഒരു സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണുള്ളത്.
അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു പഞ്ചസാര സിറപ്പ് മുഴുവനും ഈ ഒരു ബൂന്തി നന്നായിട്ട് വലിച്ചെടുക്കും. അതിനുശേഷമാണ് നമ്മളിത് ഉരുട്ടിയെടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം കുറച്ച് ലൂസായിട്ടിരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വരും. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു നട്ട്സും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. നെയ്യിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. 2 ടീസ്പൂൺ നെയ്യിലാണ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് നട്ട്സ് ഇങ്ങനെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, പകരം 2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിനി നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് എസൻസിൻ്റെ 3-4 ഡ്രോപ്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ബേക്കറി ഫ്ലേവറിൽ നമുക്ക് ഈ ഒരു ലഡ്ഡു കിട്ടുക. അപ്പോൾ നമ്മൾ ഏലക്കപ്പൊടി ഇട്ടാലൊന്നും ആ ഒരു ബേക്കറി ഫ്ലേവർ വരില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു റോസ് എസൻസ് നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കടലമാവിൻ്റെ ചുവയൊക്കെ മാറി ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിത് ചൂട് കുറച്ചൊന്ന് ഉരുട്ടാനുള്ള പരുവമായിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിപ്പം അത്യാവശ്യം നല്ല ചൂടായിട്ട് തന്നെയാണ് ഉള്ളത്. ചൂടോടെ തന്നെ ഉരുട്ടുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഉരുട്ടാൻ പറ്റുക. നല്ല ചൂടാണ്. അതുപോലെ തന്നെ തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടാൻ പറ്റാതെ വരും. അപ്പോൾ ഇതുപോലെ കയ്യിൽ കുറച്ച് നെയ്യ് തടവിന് ശേഷം ഓരോ ഉരുളകളാക്കി ഇതുപോലെ നല്ല ബലം കൊടുത്ത് തന്നെ ഇത് ഉരുട്ടിയെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല സെറ്റായിട്ട് വരും. ഇനി നിങ്ങൾ ഉരുട്ടുമ്പോൾ ഒട്ടും തന്നെ ഉരുട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിൽ എനിക്ക് 15 ലഡുവാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു റോസ് എസൻസ് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ലഡു തയ്യാറാക്കി നോക്കുക. കറക്റ്റായിട്ടുള്ള ബേക്കറി ഫ്ലേവറിൽ തന്നെ നിങ്ങൾക്ക് ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഡു തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്